ദേ കിടക്കുന്നു നെക്സ്റ്റും ചോക്ലേറ്റ് കേക്ക്. എനിക്കിഷ്ടമല്ലോ എന്ന് പറഞ്ഞിട്ടും കസ്റ്റമർക്ക് ഇഷ്ടമാണ്, എന്താക്കാനാ. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു ഒരു 1.5 kg വരുന്ന ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. കേക്ക് അവർ പറഞ്ഞ ഡിസൈനിലായിരുന്നു സെറ്റായിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് റിബണ് എൻ്റെ അടുത്തുള്ള കളർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തായിരുന്നു. ദെൻ നെക്സ്റ്റ് കേക്ക് എൻ്റെ സീനിയർ തന്നൊരു ഓർഡർ ആയിരുന്നു. കേക്ക് ഒരു 2 kg തണ്ടർ കോക്കനട്ടാണ്. അവർ ഒരു മിനിമൽ ഡിസൈനിൽ സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിൽ ബ്രൗൺ കളർ ഉണ്ടായിരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ദെൻ നമ്മൾ ഈ ഒരു ഡിസൈനിൽ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഒരു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കസിന് തലേന്നാണ് വിളിച്ച് പറയാമെന്ന്. ആൾ അന്നായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചു, കേക്ക് സെറ്റാണോ എന്ന് ചോദിച്ചു. സെറ്റാണെങ്കിൽ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു. 1/2 kg ബട്ടർ സ്കോച്ചിലായിരുന്നു സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി കേക്ക്. ദെൻ നെക്സ്റ്റ് കേക്ക് വന്നിട്ട് നമ്മളുടെ റെഗുലർ കസ്റ്റമറാണ്. ഒരു 1 kg ടോളാക്കി ചെയ്തൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അവർ തന്ന റെഫറൻസിൽ സെറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. പിന്നുള്ളൊരു കേക്കും നമ്മളുടെ കസ്റ്റമർ തന്നെയാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു പെട്ടെന്നുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അതായത് അന്ന് ഓർഡർ ചെയ്തു അന്ന് തന്നെ ഡെലിവറി ചെയ്തൊരു കേക്കായിരുന്നു. ഒരു ബട്ടർ സ്കോച്ചാണ്, 1 kg നോർമൽ ഡിസൈനിൽ സെറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഞാൻ അത്രയും എന്താ പറയുക ലൈക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു കേക്കായിരുന്നേ. പക്ഷേ ഫ്ലവർ എന്നെ ചതിച്ചു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ ഫ്ലവർ വേണം എന്നുള്ളത്. ഞാനൊരു ഏകദേശം രൂപത്തിൽ വാങ്ങിയതായിരുന്നു. സോ ഫ്ലവർ അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ ഫ്ലവർ വാങ്ങാൻ പോയപ്പോഴാണ് ഞാൻ മുല്ലേൻ്റെ റേറ്റ് വരെ അറിയുന്നത് കേട്ടോ. അതാണ് സത്യ പരമാർത്ഥം. സോ ഹസ്ബൻഡ് വൈഫാവാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. സോ സർപ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു 11:15 ആ ഒരു ടൈമിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മളവിടെ കൊണ്ടു കൊടുത്തു. കേക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ദെൻ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വർക്ക് ഇതൊക്കെയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. വർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ കേക്കും കൊടുത്ത് അവിടെ നിന്ന് പതിയെ പോകുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ നൈറ്റ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ മിഡ് നൈറ്റ് ഡെലിവറി ഞാൻ അധികവും മിസ്സാക്കാറില്ല. അപ്പോൾ ഓക്കെ, ബൈ.